അനോറ എന്ന മൂവിക്ക് ഓസ്കാർ കിട്ടിയതിനെ കുറിച്ച് ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുവാണെങ്കിൽ ഓസ്കാർ കിട്ടേണ്ട അത്ര വലിയ കിടിലം സ്റ്റോറിയോ അല്ലെങ്കിൽ അത്ര വലിയൊരു കിടിലം മൂവിയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ മൂവി, പക്ഷെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഒരു ഓസ്കാർ ഡിസർവ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം അതിൻ്റെ കൂടെയൊക്കെ നോമിനീസ് ആയിട്ട് ഉണ്ടായിരുന്ന ബ്രൂട്ടലിസ്റ്റിക്കാണ്. സോ ബ്രൂട്ടലിസ്റ്റിനെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് അനോറയ്ക്ക് ഓസ്കാർ കിട്ടിയത്. ആൻഡ് ബെസ്റ്റ് ആക്ട്രസിലോട്ട് വരുമ്പോൾ മിക്കി മാഡ്സൺ ആണ് ആ ഒരു ഓസ്കാർ കിട്ടുന്നത്. അത് ഡിസർവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണെങ്കിൽ പറയാം. കാരണം പുള്ളിക്കാരുടെ പെർഫോമൻസ് അത്ര കിടിലായിരുന്നു. ഈ ഒരു ക്യാരക്ടറായിട്ട് അങ്ങ് പുള്ളിക്കാരി അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമോഷൻസ് ആയാലും അത് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്യുന്നതായാലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന ഇവന്റ്സ് ഒക്കെ നല്ല അടിപൊളിയാണ് പുള്ളിക്കാരി പെർഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് അനോറയിലോട്ട് വരുവാണെങ്കിൽ തന്നെ ഓസ്കാർ കിട്ടിയ മൂവിയാണ്, അതുകൊണ്ട് അടിപൊളി ഒരു അവാർഡ് മൂവി ആയിരിക്കും എന്ന് പറഞ്ഞ് ഫാമിലിയായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പോയിരുന്ന് കാണരുത്. അതൊരു വാർണിംഗ് ആണ്. കാരണം ഇത് അങ്ങനെയല്ല, ഒരു പക്ക ഏപ്പടം പറയുന്നതിനേക്കാളും അറിയാലോ, അതാണ് മൂവി. സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ അങ്ങനെയാണ്. ഞാൻ ഈ ഒരു മൂവി കാണുന്നത് IFFKയിലാണ്, തിയേറ്ററിലായിരുന്നു. തിയേറ്ററിൽ ഭയങ്കര ക്രൗഡായിരുന്നു. എനിക്കൊന്ന് ഒരു ഷോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു ഷോ ഫുൾ ക്രൗഡായിരുന്നു. എനിക്ക് ആ ഒരു മൂവിയും എനിക്കൊന്ന് അപ്പോഴും ട്രെയിലർ എന്തോ സിനോപ്സ് എന്തോ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ മൂവി പോയി കാണുന്നത്. പക്ഷേ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അവാർഡ് വിന്നിങ് ആയിട്ടോ അല്ലെങ്കിൽ ഓസ്കാറൊക്കെ പോകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. ആൻഡ് മൂവിയിലെ സ്റ്റോറിയിലോട്ട് വരികയാണെങ്കിൽ ഒരു അമേരിക്കയിലുള്ള ഒരു സ്ട്രിപ്പർ, പുള്ളിക്കാരി ഒരു റഷ്യയിലുള്ള ഒരു വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ്റെ മകനുമായിട്ട് ഒരു പ്രണയത്തിലാവുകയാണ്. പിന്നീട് അവരുടെ ലൈഫിൽ നടക്കുന്ന ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഒരു പോയിന്റ് വരെ സിനിമ വളരെ റൊമാൻറ്റിക് ആയിട്ടും നല്ല അടിപൊളി വൈബൊക്കെ ആയിട്ട് 18+ കണ്ടന്റ്സ് ഒരുപാടുണ്ട്, അതൊക്കെ മിക്സ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇമോഷണലി, അതായത് ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ സ്ട്രിപ്പറിന്റെ ലൈഫിൽ പിന്നീട് ഒരുപാട് ഇവന്റ്സ് വരും. അതായത് പുള്ളിക്കാരി സ്ട്രിപ്പറാണ് ആൻഡ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഒരു റിച്ചസ് മാൻ്റെ മകനാണ്. സോ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ പുള്ളിക്കാരി ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇവന്റ്സ് ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയിൽ മിക്കി മാഡ്സന്റെ ക്യാരക്ടറിനെ പറയുന്ന പോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തെടുത്ത് പറയേണ്ട മറ്റൊരു ക്യാരക്ടർ ഉണ്ട്, ഒരു മൊട്ടയടിച്ച മച്ചാൻ. പുള്ളിക്കാരൻ്റെ പെർഫോമൻസും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനൊക്കെ അടിപൊളിയായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞ സിനിമയുടെ എൻ്റയർ മൂവിയിൽ പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ്റെ ഉള്ള സ്ക്രീൻ പ്രസൻസും അല്ലെങ്കിൽ പുള്ളിക്കാരൻ വന്നതിന് ശേഷമുള്ള ആ ഒരു സിറ്റുവേഷൻസൊക്കെ വളരെ നൈസാണ്. കുറേ കോമഡി സിറ്റുവേഷൻസും ഉണ്ട്. പുള്ളിക്കാരൻ അധികം ഡയലോഗ്സ് ഒന്നുമില്ല, ആകെ കുറച്ച് എക്സ്പ്രഷൻസ്. പുള്ളിക്കാരൻ ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരാളാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു പെർഫോമൻസ്, ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനൊക്കെ അടിപൊളിയാണ്. അതായത് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ അനോറ അല്ലെങ്കിൽ മിക്കി മാഡ്സന്റെ ക്യാരക്ടർ ഒരു ഇമോഷണൽ ട്രാക്കിലൂടെ ട്രാവൽ ചെയ്യും. അപ്പോൾ പുള്ളിക്കാരനും ആ ഒരു ക്യാരക്ടറിന്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനൊക്കെ വളരെ നൈസായിട്ടാണ് ഈ സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് മൂവിയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു ഓസ്കാർ ഡിസർവിംഗ് ആണെന്ന് തോന്നിയിട്ടില്ല. കാരണം അതിനേക്കാളും ഒരുപാട് കിടില മൂവീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മൂവിയുടെ പെർസ്പെക്റ്റീവിൽ, അതായത് ഓസ്കാർ ഡിസർവിങ്ങോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടർ പ്രസന്റേഷനായാലും എക്സിക്യൂഷനായാലും എല്ലാം നൈസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇവന്റ് ഉണ്ടല്ലോ, ഈ ഒരു സ്ട്രിപ്പർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ മിക്കി മാഡ്സന്റെ ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അടിപൊളിയായിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോയിന്റ് വരെ സിനിമ ഭയങ്കര വൈബായിട്ട് അടിപൊളിയായിട്ട് പോയിട്ട് പിന്നീട് ഒരു ഇമോഷണൽ ട്രാക്കിലോട്ട് സിനിമ പോകുന്നുണ്ട്. ആൻഡ് മൂവിയുടെ ക്ലൈമാക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് മൂവി ഓവറോൾ ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ആ ഒരു വൈബിലൊക്കെ നല്ല നൈസായിട്ട് കാണാൻ പറ്റിയ അടിപൊളി മൂവി തന്നെയാണ്. പക്ഷേ ഓസ്കാറിന്റെ ഒരു കാര്യം വന്നപ്പോഴാണ്, കാരണം ബ്രൂട്ടലിസ്റ്റ് പോലത്തെ ഒരു കിടില മൂവിയൊക്കെ ഇവിടെ ഇരുന്നപ്പോൾ അനോറൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഒപ്പീനിയൻ വന്നത്. അല്ലെങ്കിൽ മൂവി ലൈക്ക് എന്ത് പറയുക, ഒരു വൈബായിട്ട് കാണാൻ പറ്റിയ മൂവി തന്നെയാണ്. ഓസ്കാർ നോമിനേഷനും അല്ലെങ്കിൽ ഓസ്കാർ കിട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ഒരു പക്ക കൊമേഴ്ഷ്യൽ ആയിട്ട് ഒരു മൂവിയാണ്. എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണെന്ന് ചോദിച്ചാൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. എൻ്റെ ഒരു കാര്യം, ഫാമിലി ആയിട്ടൊന്നും പോയി കാണരുത്, പിന്നെ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ മൂവിയാണ്. ചെറിയൊരു കണ്ടന്റ് ഒന്നുമല്ല, മൂവി സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ അമ്മാതിരി കണ്ടന്റ് ഉള്ള പടമാണ്. പക്ക പറയുകയാണെങ്കിൽ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അതാണ് ഈ സിനിമ. അങ്ങനത്തെ വൈബിലാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും കണ്ടു നോക്കാം. ഒരു നൈസ് വൈബൊക്കെ ആയിട്ട് ചിൽ മൈൻഡിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവി തന്നെയാണ്. ആൻഡ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഒരു ഫുൾ ക്രൗഡ് ആയിട്ടുള്ള തിയേറ്ററിൽ ആ ഒരു വൈബൊക്കെ ആയിട്ടിരുന്ന് കണ്ടപ്പോൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. സോ എന്തായാലും ഈ ഒരു മൂവി കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.